മൺമറഞ്ഞുപോയ ഒരു പുരാതന നദിയുണ്ട് നമ്മുടെ രാജ്യത്ത്. അതിന്റെ പേര് സരസ്വതി എന്നാണ്. വേദങ്ങളിൽ പരാമർശിക്കുന്ന ആ നദി ഇന്ന് എവിടെയാണ്? ഹിന്ദു പുരാണത്തിൽ പരാമർശിക്കുന്ന ഒരു പുണ്യ പുരാതന നദി. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഇന്ത്യൻ മണ്ണിനെ നനച്ചിരുന്ന ആ നദിക്ക് ഒരു ശാപമേൽക്കേണ്ടതായി വന്നു. വംശനാശം എന്നായിരുന്നു ആ നദിക്കുമേൽ പതിച്ച ശാപം. അതോടെ ആ വലിയ നദി ഭൂമിയിൽ നിന്നും അപ്രത്യക്ഷയാകുന്നു. പിന്നീട് മനുഷ്യരിൽ നിന്നും എത്രയോ അകന്ന് ഭൂമിക്കടിയിലൂടെ അതിശക്തമായി ഒഴുകി കടലിൽ ചെന്ന് പതിക്കുന്നു. വേദങ്ങളിൽ പോലും പരാമർശിക്കുന്ന സരസ്വതി നദിയുടെ കഥ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഇങ്ങനെയാണ്. ഇന്ത്യൻ പുരാണങ്ങളിലെ പ്രധാന കഥാപാത്രമാണ് സരസ്വതി. സപ്തനദികളിൽ 4ാം സ്ഥാനത്തുള്ള നദിയാണ് സരസ്വതി. ഹൈന്ദവ വിശ്വാസപ്രകാരം ഇത് ബ്രഹ്മാവിനെയാണ് പ്രതിനിധീകരിക്കുന്നത്. നദീതട സംസ്കാര കാലത്ത് ജലസമൃദ്ധമായിരുന്ന സരസ്വതി ഇന്ന് അപ്രത്യക്ഷമായ നദിയാണ്. ഏകദേശം 4000 വർഷങ്ങൾക്ക് മുൻപുണ്ടായ അതിശക്തമായ ഭൂചലനങ്ങൾ കാരണം സരസ്വതി അടുത്തുള്ള യമുനാ നദിയിൽ ചേരുകയോ അല്ലെങ്കിൽ താർ മരുഭൂമിയിൽ അപ്രത്യക്ഷമാവുകയോ ചെയ്തു എന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. സരസ്വതി നദിയെക്കുറിച്ചുള്ള ദുരൂഹതകൾ നീക്കുന്നതിനും നദിയുടെ പ്രവാഹത്തെക്കുറിച്ചുള്ള തെളിവുകൾ കണ്ടുപിടിക്കുന്നതിനും നിരവധി നിരീക്ഷണങ്ങളും പരീക്ഷണങ്ങളും ഇന്നും നടന്നുവരികയാണ്.